പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വീണ്ടും ഒരു ദിവസം കൂടി ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിച്ച കൃപയ്ക്കായി നന്ദി പറയാം. ഈ 3 മണി സമയം വരെ നമ്മെ എല്ലാവരെയും പരിപാലിച്ചതിനായി ഈശോനാഥന് നന്ദിയേകിടാം. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന ദാനത്തിനായി നന്ദിയേകിടാം, അങ്ങു തന്ന ജീവനായി നന്ദിയേകിടാം. നല്ല ദൈവമേ, നന്മരൂപനേ, നല്ല ദൈവമേ, നന്മരൂപനേ. അതെ അപ്പാ, ഞങ്ങളെ ഓരോ നിമിഷവും നടത്തുന്ന കൃപയ്ക്കായി നന്ദിയേകിടുന്നു. കർത്താവായ ദൈവമേ, സ്വർഗീയ പിതാവേ, ത്രിയേക ദൈവമേ, ഞങ്ങൾക്കുള്ളവരെ, പ്രാർത്ഥനാ സഹായം ചോദിക്കുന്നവരെ, എന്നോടൊപ്പം ഇപ്പോൾ ആയിരിക്കുന്നവരെ, എന്നെ കേൾക്കുന്നവരെ, ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നവരെ ഇപ്പോൾ ഈ സമയം കർത്താവേ അവിടുത്തെ പക്കൽ തരുന്നു. കരുണയായിരിക്കണമേ നാഥ. ഓരോ മക്കളെ അവിടുത്തെ കരുണ കൊണ്ട് നിറയ്ക്കണമേ പിതാവേ. ഈ സമയം അഡ്മിഷനായി കാത്തിരിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെ അവിടുത്തെ പാദപീഠത്തിൽ സമർപ്പിക്കുന്നു. മക്കൾക്ക് തക്കതായ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും അഡ്മിഷൻ അവിടെ നിന്ന് ഒരുക്കി കൊടുക്കുമാറാകണമേ കർത്താവേ. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന മക്കളെയും സഹോദരങ്ങളെയും അവിടുത്തെ കരുണയ്ക്കായി സമർപ്പിക്കുന്നു. അവിടെ നിന്ന് ഓരോ വഴികൾ തുറക്കണമേ നാഥ. അവിടെ നിന്ന് തുറക്കുന്ന വാതിൽ മറ്റാരാലും അടയ്ക്കുവാൻ കഴിയില്ലല്ലോ ഈശോപ്പ. ഈശോനാഥ, യാത്ര ചെയ്യുന്ന ഓരോ യാത്രികരെയും സമർപ്പിക്കുന്നു. ആകാശമാർഗത്തിലൂടെയും കരമാർഗത്തിലൂടെയും ജലമാർഗത്തിലൂടെയും യാത്ര ചെയ്യുന്ന ഓരോ സഹോദരങ്ങൾക്കും സഹയാത്രികനായി അവിടെ നിന്ന് കൂടെ ആയിരിക്കണമേ കർത്താവായ ഈശോനാഥ. കുഞ്ഞുങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ എൻ്റെ അടുക്കൽ വരുവാൻ അനുവദിക്കുവിനെന്ന് അരുൾ ചെയ്ത ഈശോയെ, ഓരോ കുഞ്ഞുങ്ങളും ഈശോ നസ്രത്തിലെ തിരുഭവനത്തിൽ പിതാവിനും മാതാവിനും വിധേയപ്പെട്ട് ജീവിച്ചതുപോലെ ഓരോ കുഞ്ഞുങ്ങളെ അപ്രകാരം വളരുവാനുള്ള കരുണ നൽകി അനുഗ്രഹിക്കണമേ. ആമേൻ. ധ്യാനിച്ച് പ്രാർത്ഥിക്കുവാനെടുത്ത തിരുവചനം വിശുദ്ധ മാർക്കോസ് എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു. മനമുരുകി ഈശോ നമുക്ക് വേണ്ടി സഹിച്ചതിനെ ഓർത്ത്. അതിൽ എന്നെ കൂടുതലായി സ്പർശിച്ച വാക്കുകൾ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ്. അത് ഓരോന്നും വായിക്കുമ്പോൾ ഹൃദയം നുറുങ്ങിക്കൊണ്ടാണ് വായിക്കുന്നത്. അവൻ പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും കൂടെ കൊണ്ടുപോയി പര്യാകുലനാകാനും അസ്വസ്ഥനാകാനും തുടങ്ങി. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു. നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ. അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ്, സാധ്യമെങ്കിൽ ആ മണിക്കൂർ